Welcome friends, welcome to Masters Academy. Today we are going to discuss fifth part of our chapter New Numbers. പേജ് നമ്പർ 60 പ്രോബ്ലങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ 4 ഭാഗങ്ങൾ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കല്ലേ. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ഓൺ ബിലോ. കറക്റ്റ് 2 മില്ലിമീറ്റർ. അപ്പോൾ ഈ ഡയഗ്രത്തിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമുക്ക് തന്നിട്ടുണ്ട്. തൽക്കാലം നമുക്ക് ആ ട്രയാങ്കിളിന് എ ബി സി ഡി ഇങ്ങനെ അതിൻ്റെ പോയിന്റ്സുകൾ മാർക്ക് ചെയ്യാം. അത് ഇത്ര ഇമ്പോർട്ടൻറ്റ് കാര്യമൊന്നുമല്ല മാർക്ക് ചെയ്യണം എന്നുള്ളത്, പക്ഷെ മാർക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും പഠിക്കാനെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കറിയാവുന്നൊരു കാര്യം, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിളുകളെല്ലാം സെയിം ആയിരിക്കും. അത് എത്രയായിരിക്കും? 60 ഡിഗ്രി ആയിരിക്കും. അപ്പം ഇത് 60 ആയിരിക്കും. ഇതെന്ന് പറയണത് 60ൻ്റെ പകുതി എത്രയായിരിക്കും? 30 ആയിരിക്കും. പിന്നെ ഇത് പെർപെൻഡിക്കുലർ ആണ്, അപ്പം അത് 90 ആയിരിക്കും. ഇനി നമ്മൾ വെറുതെ അങ്ങ് എടുക്കുവാണ്. ലെറ്റ് എ ബി ഇസ് ഈക്വൽ ടു എക്സ്. നമ്മൾ എ ബിക്ക് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് എക്സ് ആണ്. അങ്ങനെ നമുക്കറിയാം 60ൻ്റെ സൈഡിലുള്ള സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 ടൈംസ് ഓഫ് എക്സ് ആയിരിക്കും. നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നമ്മൾ അങ്ങനെ പല ക്വസ്റ്റ്യനും ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എ ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? 2x എന്ന് വരും. ഇനി നമുക്ക് അറിയാവുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? ഏതാണ് നമ്മുടെ റൈറ്റ് ട്രയാങ്കിൾ? എ ബി സി. റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത നമുക്കറിയാം. എന്താ റൈറ്റ് ട്രയാങ്കിളിന്റെ പ്രത്യേകത? അതിൻ്റെ ഹൈപ്പോട്ടെന്യൂസിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്, അതായത് എ ഡിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ബാക്കി 2 സൈഡുകളുടെ സ്ക്വയറുകളുടെ തുകയായിരിക്കും. സോ എ ബി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ. ദെൻ നമുക്ക് അറിയാവുന്നത് എന്താണ്? ബി ഡി ആണ്. നമുക്ക് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനെന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ എ ബിനെയും കൂടി ഇങ്ങോട്ട് എടുക്കും. അപ്പോൾ എക്സുകളൊക്കെ ഒരു സൈഡിലോട്ട് വന്നോളും. എങ്ങനെയാവും? എ ഡി സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു ബി ഡി സ്ക്വയർ. എക്സുകളൊക്കെ ഒരു സൈഡിൽ വരാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എ ഡിക്ക് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. എ ഡി എത്രയാണ്? എ ഡി എന്ന് പറയുന്നത് 2x ആണ്. എ ഡി ഈക്വൽ ടു 2x. അപ്പോൾ എ ഡി സ്ക്വയർ എന്ന് പറയുന്നത് 2xൻ്റെ സ്ക്വയർ മൈനസ് എ ബി സ്ക്വയർ. എ ബി എന്താ? എക്സ് ആണ്. എക്സിൻ്റെ സ്ക്വയർ. ദെൻ ബി ഡി സ്ക്വയർ. ബി ഡി തന്നിട്ടുണ്ട് നമുക്ക് അല്ലേ? ക്വസ്റ്റ്യനിലുണ്ട് ബി ഡി. എത്രയാണ്? 4 ആണ്. ഈക്വൽ ടു 4 സ്ക്വയർ. ഇനി നമുക്ക് സ്ക്വയർ ചെയ്യാം. 2x സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 2 സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 4 സ്ക്വയർ. ഇനി 2 സ്ക്വയർ എന്ന് പറയുന്നത് 4 ആണ്. ദെൻ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 4 സ്ക്വയർ എന്ന് പറയുന്നത് 16 ആണ്. 4x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ നമുക്ക് ചുമ്മാ അങ്ങ് കുറക്കാം. 4x സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ പോയ എന്താണ്? 3x സ്ക്വയർ ആണ്. സോ 3x സ്ക്വയർ ഈക്വൽ ടു 16. നമുക്ക് വേണ്ടത് എന്താണ്? എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഈ 3നെ നമുക്ക് എന്ത് ചെയ്യാം? ഈക്വൽ സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ ഇൻറ്റു 3 എന്താവും? ബൈ 3 ആവും. ദെൻ അത് എക്സ് സ്ക്വയർ ആണ്. നമുക്ക് വേണ്ടത് എക്സ് ആണ്. അപ്പം നമ്മൾ റൂട്ട് എടുക്കും. റൂട്ട് 16/3. ദെൻ റൂട്ട് 16/√3. റൂട്ട് 16 എന്ന് പറഞ്ഞാൽ എന്താ? 4 ആണ്. റൂട്ട് 3 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, റൂട്ട് 3 തന്നെയാണ്. അപ്പം നമുക്ക് എന്താ കിട്ടി? എക്സിൻ്റെ വാല്യൂ കിട്ടി. പക്ഷെ നമുക്ക് വേണ്ടത് എന്താ? ലെങ്ത് ഓഫ് ദ സൈഡ്സ്. എല്ലാ സൈഡും സെയിം ആണ്. പക്ഷെ ലെങ്ത് ഓഫ് സൈഡ് വേണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഏത് സൈഡ് വേണം? എ സി വേണം. എ സി എന്ന് പറഞ്ഞാൽ എന്താ? 2 ടൈംസ് ഓഫ് എക്സ് ആണ്. കിട്ടുന്നോ? അപ്പോൾ എക്സ് കിട്ടി. 2 ടൈംസ് വേണം എന്ത് ചെയ്യുക? 2 ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ √3 ചെയ്യണം. ഈ കിട്ടിയ ആൻസറിൻ്റെ കൂടെ 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 ഇൻറ്റു 4 8. 8/√3. ഇനി വേണം എന്നുണ്ടെങ്കിൽ √3ക്ക് വാല്യൂ കൂടി കൊടുക്കാം. അപ്പോൾ 8 ഡിവൈഡഡ് ബൈ 1.73 എന്ന് കിട്ടും. അത് നമുക്ക് 4.61 കിട്ടും. അത്രയും സെൻറ്റിമീറ്റർ.
പക്ഷേ ക്വസ്റ്റ്യനിൽ കറക്റ്റ് ടു മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞേക്കണേ. മനസ്സിലാവുന്നു? കറക്റ്റ് ടു മില്ലിമീറ്റർ. അപ്പം നമ്മൾ ഇവനെ എന്നാ ചെയ്യണം? ഇതിപ്പോൾ സെൻറ്റിമീറ്ററിലാണ്, മില്ലിമീറ്ററിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് ഇങ്ങനെ ലാസ്റ്റ് ഉത്തരമായിട്ട് എഴുതാം. ലെങ്ത് ഓഫ് sides is equal to 46.1 millimeter. എങ്ങനെയാണ് 46 ആയെന്ന് മനസ്സിലായല്ലോ അല്ലേ? ഈ കിട്ടിയ ആൻസറിനെ എന്നാ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സെൻറ്റിമീറ്ററിന് മില്ലിമീറ്റർ ആക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 46.1 millimeter എന്ന് കിട്ടും. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് √2 + 1 × √2 - 1 = 1. Use this to compute 1/√-1 correct to 2 decimal place. വലിയ സംഭവമൊന്നുമില്ല, ചെയ്യാൻ എളുപ്പമാണ്, ഒന്ന് ശ്രദ്ധിച്ച് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടി എഴുതി വെക്കാം. ലെറ്റ് √2 + 1 × √2 - 1. ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് അറിയാമോ? മൾട്ടിപ്ലൈ ചെയ്യണം. എങ്ങനെ? √2നെ √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, √2നെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരും? ആദ്യം √2 × √2, then -√2 × 1. ഇനിയോ ഈ മേലെ ഈ 1 കൊണ്ട് മൾട്ടിപ്ലൈ 1 × √2 ചെയ്യണം, 1 × -1 ചെയ്യണം, പ്ലസ് 1 × √2 -1 × 1. മനസ്സിലാവുന്ന ഓരോരോ നമ്പർ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ പരമാവധി നമ്മൾ ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് പോകാൻ ശ്രദ്ധിക്കണം. കാരണം ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ സൈനൊക്കെ പ്രശ്നം കിട്ടും. മനസ്സിലായോ? √2 × √2, √2 × -1, 1 × √2, 1 × -1. ഇനി √2 × √2 എന്താ? 2. √2 × 1 √2, then 1 × √2 again √2, then 1 × 1 1. ഇനി ശ്രദ്ധിക്കേണ്ട വെട്ടിക്കളയണം. നമുക്ക് ഈ √2ഉം ഈ +√2 -√2 വെട്ടിപ്പോയി. പോയിട്ട് എന്ത് മാത്രം? 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ എന്താ? 1. അപ്പം എന്തായി? പ്രൂവ്ഡ്. അതെല്ലാം നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. കഴിഞ്ഞു. ഇനി യൂസ് ദിസ് ടു കമ്പ്യൂട്ട് 1/√2 കറക്റ്റ് ടു ഡെസിമൽ പ്ലേസ്. അപ്പോൾ അടുത്തത് എന്താണ്? 1/√2 - 1 കണ്ടുപിടിക്കണം. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മളിതിന് ചെയ്യണത് ഇങ്ങനെ ഒരു റേഷ്യോ വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ വിത്ത് എന്തും കൊണ്ടാന്ന് നോക്കിക്കോ. ഇവിടെ √2 -1 അല്ലേ? അപ്പോൾ √2 +1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, മേലെയും അതുപോലെ തന്നെ താഴെയും. √2 -1 ആണെങ്കിൽ √2 +1 കൊണ്ട് മേലെയും താഴെയും മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 1/√2 - 1 × √2 +1 ഡിവൈഡഡ് ബൈ √2 +1. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്ത് തന്നെ വരും? √2 +1 മാത്രം. ന്യൂമറേറ്ററിൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ്. നേരെ എഴുതാം. √2 - 1 × √2 +1. ഇനി ഇതെന്താ സാധനം? ഈ √2 - 1 × √2 +1 അവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ്? 1 ആണ്. അപ്പം നമുക്ക് അതിന് പകരം എന്തെന്ന് കൊടുക്കാം? 1 കൊടുക്കാം. അപ്പോൾ ഉത്തരം എങ്ങനെയാവും? √2 +1 / 1 എന്ന് പറഞ്ഞാൽ √2 +1. എങ്ങനെയായെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഈ താഴെയുള്ള പോർഷൻ എന്ന് പറഞ്ഞത് √2 - 1 × √2 +1 ആണ്. ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്താണ്? 1 ആണ്. അപ്പോൾ മേലത്തെ ഭാഗം മാത്രം നമ്മൾ എഴുതിയാൽ മതി. √2 +1 നമുക്ക് കിട്ടും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √2 എന്ന് പറഞ്ഞാൽ 1.41 ആണ്. 1.41 + 1 എന്ത് കിട്ടും? 2.41. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആൻസർ. ഇതാണ് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ ഇത്ര മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനും, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. താഴെ √2 +1 ആണ് ന്യൂമറേറ്ററിൽ. ശരിക്കും √2 - 1 ആയിരുന്നു മുമ്പത്തെ ക്വസ്റ്റ്യനിൽ. അത്രേ ഉള്ളൂ. അപ്പോൾ എങ്ങനെ ചെയ്യും? 1/√2 + 1 എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ എന്തുകൊണ്ടായിരിക്കും? √2 +1 ആണോ ഉള്ളെങ്കിൽ √2 - 1 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, മേലെയും താഴെ. നമ്മൾ അതിനെ പറഞ്ഞ പേരാണ് കോഞ്ചുഗേറ്റ്. വെറുതെ ഓർത്ത് വെച്ചോ. അപ്പോൾ എങ്ങനെ വരും? 1/√2 +1 × √2 - 1 /√2 - 1. ന്യൂമറേറ്ററിൽ ഒന്നും എഴുതാനില്ല, 1 × ആണ്. അപ്പോൾ അത് തന്നെ വരും. താഴെയോ മൾട്ടിപ്ലൈ ചെയ്യണം. √2 × √2
മൈനസ് റൂട്ട് 2 ഇൻറ്റു മൈനസ് 1 അല്ലെങ്കിൽ റൂട്ട് 2 ഇൻറ്റു 1. ഇനി 1 ഇൻറ്റു റൂട്ട് 2 നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ഇങ്ങനെ തന്നെ കേട്ടോ. ദെൻ 1 ഇൻറ്റു മൈനസ് 1, അത് 1 ഇൻറ്റു 1. ഇത്രയും വലിയ ഡിനോമിനേറ്റർ ആണ് അല്ലേ. അപ്പോൾ ശ്രദ്ധിച്ചേ, റൂട്ട് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 2. ദെൻ റൂട്ട് 2 ഇൻറ്റു മൈനസ് 1 റൂട്ട് 2, റൂട്ട് 2 ഇൻറ്റു പ്ലസ് 1 റൂട്ട് 2, 1 ഇൻറ്റു 1 മൈനസ് 1. ഇനി എന്ത് ചെയ്യണം? വെട്ടിക്കളയണം. ഈ റൂട്ടും ഈ റൂട്ടും വെട്ടിപ്പോകും. സോ റൂട്ട് 2 മൈനസ് 1 ബൈ 2 മൈനസ് 1. 2 മൈനസ് 1 എന്താ? 1. അപ്പോൾ എന്ത് വരും? റൂട്ട് 2 മൈനസ് 1 എന്ന് വരും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ റൂട്ട് 2 എന്താണ്? 1.41 മൈനസ് 1 എന്ത് കിട്ടും? 0.41. അപ്പോൾ ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. അത് ചെയ്യാണ്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എങ്ങനെയൊക്കെ കളിച്ചാലും മൾട്ടിപ്ലൈ ചെയ്ത് അത് സിംപ്ലിഫൈ ചെയ്യാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. നമ്മുടെ അടുത്ത ചോദ്യം, സിംപ്ലിഫൈ റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 2. യൂസ് ദിസ് ടു കമ്പ്യൂട്ട് 1 ബൈ റൂട്ട് 3 മൈനസ് 2 മൈനസ് റൂട്ട് 2 ആൻഡ് 1 ബൈ റൂട്ട് 3 പ്ലസ് റൂട്ട് 2. കറക്റ്റ് ടു 2 ഡെസിമൽ പ്ലേസ്. എളുപ്പമാണ്. നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. ഒന്നൊന്ന് ശ്രദ്ധിച്ചാൽ സിമ്പിളായിട്ട് ഫുൾ ചെയ്യാൻ പറ്റും. നമുക്ക് റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 2. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്ലൈ ചെയ്യണം. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 ചെയ്യുക ആദ്യം. ഓരോന്ന് മൾട്ടിപ്ലൈ ചെയ്യുക, അത്രയേ ഉള്ളൂ. ദെൻ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 ചെയ്യുക പ്ലസ് ബ്രാക്കറ്റ് ഇടാൻ മറക്കല്ലേ. മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3. ആദ്യമേ തന്നെ മൈനസ് പുറത്തിട്ട് തന്നെ ചെയ്താൽ എളുപ്പമാണ് ചെയ്യാനായിട്ട്. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3. പിന്നെയോ റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2. ഇനി ചെയ്യുമ്പോൾ റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 3 ഇൻറ്റു റൂട്ട് 2 പ്ലസ് റൂട്ട് 6 മൈനസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 മൈനസ് റൂട്ട് 6 പ്ലസ് ഇവിടെ തെറ്റിയിട്ടുണ്ട്. അവിടെ പ്ലസ് അല്ല മൈനസ് ആണ്. മൈനസ് റൂട്ട് 2 ഇൻറ്റു പ്ലസ് 2 എന്ന് പറയുമ്പോൾ മൈനസ് വരും. റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 പ്ലസ് അല്ല മൈനസ് റൂട്ട് 2 ഇൻറ്റു പ്ലസ് റൂട്ട് 2 എന്നാണ്. അപ്പം മൈനസ് 2. ഇനി പ്ലസ് റൂട്ട് 6 മൈനസ് റൂട്ട് 6 വെട്ടിപ്പോയി. എന്ത് കിട്ടി? 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്. കണ്ട? അപ്പം അത് എത്ര പെട്ടെന്ന് സിമ്പിളായി. ഇനി നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഇത് കണ്ടുപിടിക്കണം. എന്താണ്? 1 ബൈ റൂട്ട് 3 മൈനസ് റൂട്ട് 2 കണ്ടുപിടിക്കണം. 1 ബൈ റൂട്ട് 3 മൈനസ് റൂട്ട് 2 അറിയാലോ. എന്നാ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ എന്തായിരിക്കും? റൂട്ട് 3 മൈനസ് റൂട്ട് 2 ആണ് താഴെ. അപ്പോൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? റൂട്ട് 3 പ്ലസ് റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എപ്പോഴും അങ്ങനെയാണ്. മൈനസ് ആണെങ്കിൽ പ്ലസ് കൊണ്ട്, പ്ലസ് ആണെങ്കിൽ മൈനസ് കൊണ്ട്. അപ്പോൾ എങ്ങനെ വരും നോക്ക്. 1 ബൈ റൂട്ട് 3 മൈനസ് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ബൈ റൂട്ട് 3 പ്ലസ് റൂട്ട് 2. അപ്പോൾ ന്യൂമറേറ്ററിൽ മാറ്റമൊന്നുമില്ല. അത് തന്നെ റൂട്ട് 3 പ്ലസ് റൂട്ട് 2. ഡിനോമിനേറ്ററിൽ എന്ത് വരും? പ്രൊഡക്റ്റ് ആയിട്ട് വരും. റൂട്ട് 3 മൈനസ് 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് 2. ഇനി ഇതെന്താ സംഭവം? 1 ആണ്. എവിടെ നിന്ന് കിട്ടി? അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് മാത്രം വരും? ന്യൂമറേറ്റർ മാത്രം വരും. റൂട്ട് 3 പ്ലസ് റൂട്ട് 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൂട്ട് 3ക്ക് 1.73 റൂട്ട് 2ന് 1.41. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 3.15 എന്ന് കിട്ടും. അത്രയുള്ള അതിൻ്റെ ആൻസർ. അപ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷന് കാര്യം മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ബാക്കിയൊന്നും വലിയ സീനില്ല. ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൂടി ചെയ്യാം. എന്താണ്? 1 ബൈ റൂട്ട് 3 പ്ലസ് റൂട്ട് 2 എന്നാ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? മൾട്ടിപ്ലൈ ബൈ റൂട്ട് 3 പ്ലസ് 2 ആണ്. അപ്പോൾ റൂട്ട് 3 മൈനസ് റൂട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അത് മാത്രം മറന്നു പോകരുത്. പ്ലസ് 2 റൂട്ട് 2 ആണെങ്കിൽ മൈനസ് റൂട്ട് 2 കൊണ്ട്, മൈനസ് റൂട്ട് 2 ആണെങ്കിൽ പ്ലസ് റൂട്ട് 2 കൊണ്ട്. അപ്പോൾ എങ്ങനെ മാറും? 1 ബൈ റൂട്ട് 3 പ്ലസ് റൂട്ട് 2 ഇൻറ്റു റൂട്ട് 3 മൈനസ് റൂട്ട് 2 ഡിവൈഡഡ് ബൈ റൂട്ട് 3 മൈനസ് റൂട്ട് 2.
എങ്ങനെ വരും? √3 മൈനസ് √2 ബൈ താഴെ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് √3 പ്ലസ് √2 ഇൻറ്റു √3 മൈനസ് √2. ഇതെന്താ സംഭവം? താഴെ കിടക്കുന്നത് 1 ആണ്. എവിടെ നിന്ന് കിട്ടി? ഇവിടെ നിന്ന് കിട്ടി. അപ്പോൾ എന്ത് മാത്രം ബാക്കി? √3 മൈനസ് √2 മാത്രം ബാക്കി. √3 എന്ന് പറഞ്ഞാൽ 1.73, √2 എന്ന് പറഞ്ഞാൽ 1.41. കുറക്കമാണ് ചെയ്യേണ്ടത്, മൈനസ് ആണ്. അപ്പോൾ ആൻസർ 0.32 എന്ന് കിട്ടും. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയും മാത്രം. ഇനി 2 പ്രോബ്ലം കൂടി ഉണ്ട്, അത് അടുത്ത വീഡിയോയിലാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ല നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ചോദിക്കുക. ഞങ്ങൾ പെട്ടെന്ന് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ നമ്മുടെ ചാനൽ പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക, അങ്ങനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ വണ്ടർഫുൾ ഡേ.